ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ചിന്തകളിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 22 വാക്യം 33. അവൻ അവനോട്, കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 22:33 പത്രോസ് യേശുവിനോട് സംസാരിക്കുകയാണ്. പത്രോസ് യേശുവിനോട് പറയുകയാണ്, ഞാൻ നിന്നോടുകൂടെ ജയിലിൽ പോകുവാനും മരണ അനുഭവിപ്പാനും സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് പറഞ്ഞ ഉടനെ തന്നെ യേശു അതിന് മറുപടിയായി പറഞ്ഞത്, പത്രോസേ, നീ എന്നെ അറിയുന്നില്ല എന്ന് 3 വട്ടം തള്ളിപ്പറയും മുമ്പേ ഇന്ന് കോഴി കൂവുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്നാണ്. ഇവിടെ നാം പത്രോസിൻ്റെ ഒരുക്കത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. പത്രോസ് എന്തിനാണ് ഒരുങ്ങിയത്? യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറയാനാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സംഭവിച്ചത് അതാണല്ലോ. ഇവിടെ യേശുവിനോട് പറഞ്ഞത്, ഞാൻ ഒരുങ്ങിയിരിക്കുന്നത് നിനക്ക് വേണ്ടി മരിക്കാനാണ്, ഞാൻ ഒരുങ്ങിയിരിക്കുന്നത് നിനക്ക് വേണ്ടി ജയിലിൽ പോകുവാനാണ്. എന്നാൽ പറഞ്ഞതല്ല പത്രോസ് പ്രവർത്തിച്ചത്. നമ്മുടെ പറച്ചിൽ അഥവാ സംഭാഷണം, ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നാം എന്തു പറയുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, ഇത് രണ്ടും 2 പ്രധാന ചോദ്യങ്ങളാണ്. ഇത് പരിശോധനയ്ക്ക് വിധേയപ്പെടേണ്ടതാണ്. പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നായി തീരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ വർദ്ധിക്കുന്നത്. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ജയിലിൽ പോകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുകയാണ്. പ്രവർത്തിച്ചത് എന്താണ്? ഒരു വേലക്കാരത്തിയുടെ മുമ്പിൽ യേശുവിനെ ഞാൻ അറിയുന്നില്ല എന്ന് പറയുവാനിടയായി. ഇവിടെ പത്രോസിന് പറ്റിയ അബദ്ധം ഈ ഞാൻ എന്നുള്ളതാണ്. യേശു തനിക്ക് സംഭവിപ്പാനുള്ള കാര്യങ്ങളെല്ലാം ശിഷ്യന്മാരോട് തുറന്നു പറയുകയാണ്. ആ സമയത്ത് മിണ്ടാതിരുന്ന മറ്റു ശിഷ്യന്മാരുടെ മുമ്പിൽ പത്രോസ് മാത്രം വായു തുറക്കുകയാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും, യേശുവേ, ഞാൻ നിന്നോടുകൂടെ ജയിലിൽ പോകുവാനും മരിപ്പാനും തയ്യാറാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ആ സമയത്ത് ഭീരുവായ പത്രോസ്, അതെ, ആ സമയത്ത് അവൻ ഭീരുവായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് അവൻ ധൈര്യശാലിയായി മാറിയത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ശേഷമാണ്. സുബോധം കെട്ട ഒരു മനുഷ്യനെ പോലെ അവൻ പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി ജയിലിൽ പോകാം, മരിക്കാമെന്ന്. എന്നാൽ ഇത് പറഞ്ഞ പത്രോസിന്
3 പ്രാവശ്യം യേശു പറഞ്ഞതുപോലെ യേശുവിനെ തള്ളിപ്പറയേണ്ടി വന്നു എന്നുള്ളതാണ്. എന്നാൽ അനുതപിച്ച പത്രോസിന് വീണ്ടും കർത്താവിനെ സ്നേഹിക്കുവാനും കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനും കർത്താവിന് വേണ്ടി മരിക്കുവാനും പിന്നത്തേതിൽ സാധിച്ചു എന്നുള്ളത് അനുഗ്രഹിക്കപ്പെട്ട ചരിത്ര സത്യമാണ്. അതെ, പത്രോസിന് പറ്റിയ അബദ്ധം, അതെ, പത്രോസിന് ആദ്യം പറ്റിയ അബദ്ധം നമുക്ക് പറ്റാതിരിക്കട്ടെ. ആമേൻ, ആമേൻ. ആത്മാവിൻ ശക്തിയാൽ അനുദിനം നടത്തും യേശുവന്റെ കൂടെയുള്ളതാൽ ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. എന്റെ ദൈവത്താലേ സകലത്തിനും മതിയായവൻ ഞാനെന്നറിഞ്ഞിരുന്നു. എന്റെ താഴ്ചയിലും സമൃദ്ധിയിലും ആത്മാവിൻ ബലം എന്നെ നടത്തിയിടുന്നു. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ആത്മാവിൻ ശക്തിയാൽ അനുദിനം നടത്തും യേശുവന്റെ കൂടെയുള്ളതാൽ ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ആരാധിച്ചിടും ഞാൻ ആത്മാവിലവനെ ഏതേതു നേരത്തിലും. എന്റെ രോഗങ്ങളിൽ നല്ല വൈദ്യനവൻ, ഭൂവിലെന്നും ഞാൻ പാടിപ്പുകഴ്ത്തും. എന്റെ രോഗങ്ങളിൽ നല്ല വൈദ്യനവൻ, ഭൂവിലെന്നും ഞാൻ പാടിപ്പുകഴ്ത്തും. എന്റെ ദൈവത്താലേ സകലത്തിനും മതിയായവൻ ഞാനെന്നറിഞ്ഞിരുന്നു. എന്റെ താഴ്ചയിലും സമൃദ്ധിയിലും ആത്മാവിൻ ബലം എന്നെ നടത്തിയിടുന്നു. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ആത്മാവിൻ ശക്തിയാൽ അനുദിനം നടത്തും യേശുവന്റെ കൂടെയുള്ളതാൽ ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ഇനി ക്ലേശങ്ങളിൽ എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. തൻ കരങ്ങൾ കുറുകിയിട്ടില്ലതാൽ എന്നും ജയം ഞാൻ പ്രാപിക്കും. എന്റെ നഷ്ടങ്ങളെ ലാഭമാക്കുന്നവൻ അവനെന്നും സ്തുതിക്കു യോഗ്യൻ. എന്റെ നഷ്ടങ്ങളെ ലാഭമാക്കുന്നവൻ അവനെന്നും സ്തുതിക്കു യോഗ്യൻ. എന്റെ ദൈവത്താലേ സകലത്തിനും മതിയായവൻ ഞാനെന്നറിഞ്ഞിരുന്നു. എന്റെ താഴ്ചയിലും സമൃദ്ധിയിലും ആത്മാവിൻ ബലം എന്നെ നടത്തിയിടുന്നു. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ